26 ഇന്ത്യക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ തിരിച്ചടി ശക്തമാക്കുകയാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ പാക് പതാകയുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യയെപ്പോലെ വലിയ രാജ്യത്തിനോട് യുദ്ധത്തിനില്ല എന്ന് പാക് അംബാസിഡർ പറയുമ്പോഴും സിന്ധു നദീജല കരാറിലും വ്യോമാതിർത്തി അടച്ച നടപടിയിലുമൊക്കെ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. ഇതിനിടയിൽ കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ രംഗത്ത്. 450 കിലോമീറ്റർ പ്രഹര ശേഷിയുള്ള അബ്ദലി വെപ്പൺ സിസ്റ്റം എന്ന മിസൈലാണ് പരീക്ഷിച്ചതെന്ന് പാക് സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭിന്നത രൂക്ഷമായിരിക്കെയാണ് മിസൈൽ പരീക്ഷണം. പാക് സൈന്യത്തിന്റെ കഴിവിലും സാങ്കേതിക കാര്യക്ഷമതയിലും പരിപൂർണ വിശ്വാസമുണ്ടെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിന്റെ പ്രതികരണം. അതിനിടെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. പാക് പതാകയുള്ള ഒരു കപ്പൽ പോലും ഇനി ഇന്ത്യൻ തുറമുഖം തൊടില്ല. ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുതെന്നും തുറമുഖ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 411 വകുപ്പ് പ്രകാരമാണ് ഈ നടപടി. ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സുഗമമായി മുന്നോട്ടു പോകുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് തീരുമാനമെന്നും മന്ത്രാലയം ഉത്തരവിൽ പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ചതോടെ ആ രാജ്യം വീണ്ടും പട്ടാള ഭരണത്തിൽ അമർന്നേക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഇപ്പോൾ തന്നെ പാപ്പരായ പാകിസ്ഥാൻ പതിയെ നാമാവശേഷമാകുമെന്നും അവർ സൂചിപ്പിക്കുന്നു. തിരിച്ചടിയുടെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാത്തരം ഇറക്കുമതിക്കും ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തി. പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കടുത്ത നീക്കം. പാകിസ്ഥാനിൽ നിന്നുള്ള വസ്തുക്കൾ നേരിട്ടോ അല്ലാതെയോ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ദേശീയ സുരക്ഷയെ കരുതിയാണ് തീരുമാനമെന്നും മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. 2024 ഏപ്രിൽ മുതൽ 2025 ജനുവരി വരെ പാകിസ്ഥാനിൽ നിന്ന് $4,20,000 ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ വർഷം ഇത് $28.6 കോടി ആയിരുന്നെന്നും വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യത്തെ തുടർന്ന് ഉഭയകക്ഷി വ്യാപാരത്തിൽ കുത്തനെ ഇടിവുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതിയിലും ഇടിവുണ്ടായി. 2023-24 വർഷത്തിൽ $110 കോടി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തെങ്കിൽ 2024 ഏപ്രിൽ മുതൽ 2025 ജനുവരി വരെ $44.77 ലക്ഷം കയറ്റുമതി മാത്രമാണ് നടന്നിട്ടുള്ളത്. സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കുകയും പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ റദ്ദാക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് ഇറക്കുമതിക്കും നിരോധനം ഏർപ്പെടുത്തി ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമപാതയും അടച്ചത്.